Money Box. Be financially disciplined. ഹലോ എവ്രിവൺ. കോമ്പൗണ്ടിങ് അഥവാ കൂട്ടുപലിശ അതിന്റെ പ്രാധാന്യം എത്രത്തോളം നമ്മുടെയൊക്കെ സേവിങ്സിലും ഇൻവെസ്റ്റ്മെന്റിലും ഒക്കെ ഉണ്ട് എന്നാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ മനസ്സിലാക്കി. ഇനി കോമ്പൗണ്ടിങ്ങിന്റെ എഫക്റ്റ് അല്ലെങ്കിൽ കോമ്പൗണ്ടിങ്ങിന്റെ ആ ഒരു ബെനിഫിറ്റ് എങ്ങനെ നമ്മുടെയൊക്കെ സമ്പാദ്യത്തിലും നിക്ഷേപത്തിലും ഒക്കെ വരുത്താം എന്ന് നോക്കാം. എല്ലാവർക്കും ഇന്നത്തെ സെഗ്മെന്റിലേക്ക് സ്വാഗതം. കോമ്പൗണ്ടിങ് എന്ന ആ ഒരു അത്ഭുതം ഏറ്റവും എഫക്റ്റീവായും ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കുന്നത് മ്യൂച്വൽ ഫണ്ട്സിലാണ്, അല്ലെങ്കിൽ SIP അഥവാ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിലാണ്. മറ്റൊരു അസറ്റ് ക്ലാസ്സിലും ഇത്ര എഫക്റ്റീവായും ഓട്ടോമാറ്റിക്കായും ഇത് നടക്കില്ല. SIP എന്തുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെ ഇത്രമാത്രം പോപ്പുലർ ആയി സാധാരണ ജനങ്ങൾക്കിടയിലും എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. SIPയുടെ ബെനിഫിറ്റ്സ് നമ്മൾ ഒരു മുൻ എപ്പിസോഡിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നതാണ്. എല്ലാവരും തീർച്ചയായിട്ടും ആ എപ്പിസോഡ് കാണുക. ആ എപ്പിസോഡിന്റെ ലിങ്ക് മേളിൽ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. നൗ SIP എങ്ങനെ ലോങ് ടേമിൽ പെർഫോം ചെയ്യുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിനായി നമുക്ക് കുറച്ച് ഇലിസ്ട്രേഷൻ കണ്ടു നോക്കാം. SIP എന്ന ആ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ ലോങ് ടേമിൽ നല്ലൊരു റിട്ടേൺ നമ്മളുടെയൊക്കെ ഇൻവെസ്റ്റ്മെന്റിനെ ജനറേറ്റ് ചെയ്യുന്നുവെന്ന് നമുക്ക് ഏതാനും ഇലിസ്ട്രേഷനിലൂടെ നോക്കാം. ഞാൻ ഈ ഫസ്റ്റ് ഇലിസ്ട്രേഷനിൽ കാണിച്ചിരിക്കുന്നത് നമ്മൾ മന്ത്ലി ഒരു SIP എമൗണ്ട് 5000 അല്ലെങ്കിൽ 10000, 15000, 20,000 ഈ ഏതെങ്കിലും ഒരു എമൗണ്ടിൽ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ഒരു 15 വർഷത്തെ പീരീഡിലാണെങ്കിൽ അല്ലെങ്കിൽ ടെന്യൂറിലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നതും അത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അതിന്റെ റിട്ടേൺ 12% ആനുവലൈസ്ഡ് അല്ലെങ്കിൽ കോമ്പൗണ്ടഡ് ആനുവലൈസ്ഡ് ആണ് എങ്കിൽ ഈ ഒരു 15 വർഷം അല്ലെങ്കിൽ 180 മാസം കൊണ്ട് എത്രയായിരിക്കും നമ്മളുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട്, അതിന്റെ എക്സ്പെക്റ്റഡ് എമൗണ്ട് ഈ ഒരു 12% കൂട്ടുപലിശ കണക്കിൽ എത്രയായിരിക്കും നമ്മൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന, അല്ലെങ്കിൽ ഇതിനൊരു സിമ്പിൾ അരിത്തമാറ്റിക് തന്നെയാണ്. എത്ര നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അല്ലെങ്കിൽ അതിന്റെ കോർപ്പസ് എത്രയാണ് എന്ന് നോക്കാം. നമ്മൾ 5000 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ 12% വെച്ച് 15 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മളുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് അല്ലെങ്കിൽ ഈ ഒരു 15 വർഷം കൊണ്ടാണ് അല്ലെങ്കിൽ 180ാമത്തെ മാസവുമാണ് നമ്മൾ 5000 രൂപ ഇടുന്നത് എന്ന് ഓർക്കണം. ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് 9 ലക്ഷമാവും. അതിന്റെ എക്സ്പെക്ടഡ് എമൗണ്ട് അറ്റ് ദ റേറ്റ് ഓഫ് 12% ഏതാണ്ട് 25,22,000 മുകളിൽ ആയിരിക്കും തീർച്ചയായിട്ടും വരുന്നത്. ഇതൊരു കാൽക്കുലേഷൻ തന്നെയാണ്. 12% IRR അല്ലെങ്കിൽ ആനുവലൈസ്ഡ് റിട്ടേൺ ആണെങ്കിൽ ഇതായിരിക്കും അതിന്റെ എക്സ്പെക്ടഡ് റിട്ടേൺ. അതുപോലെ തന്നെ 10,000 രൂപയാണെങ്കിൽ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് 18 ലക്ഷം രൂപയും അതിന്റെ കോർപ്പസ് അല്ലെങ്കിൽ എൻഡിങ് വാല്യൂ അല്ലെങ്കിൽ എക്സ്പെക്ടഡ് റിട്ടേൺ എന്ന് പറയുന്നത് ഏതാണ്ട് 50 ലക്ഷത്തിന് മേളിലായിരിക്കും. അതുപോലെ 15,000 ആണ് എങ്കിൽ ഏതാണ്ട് 27 ലക്ഷവും അതിന്റെ എൻഡിങ് വാല്യൂ ഏകദേശം 75,62,000 മേളിലുമായിരിക്കും. അതുപോലെ 20,000 മന്ത്ലി അലോക്കേഷൻ എങ്കിൽ ഏതാണ്ട് 1 കോടി രൂപയ്ക്ക് മേളിലായിരിക്കും ഈ 12% വെച്ച് 180 മാസം കഴിയുമ്പോൾ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ നിൽക്കുന്നത് അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂ നിൽക്കുന്നത്. ഇതേപോലെ തന്നെ രണ്ടാമത്തെ സ്ലൈഡിൽ ഈ 12% എന്നതിന് പകരം നമ്മൾ 14% കൂട്ടുന്നതെങ്കിൽ ആനുവലൈസ് റിട്ടേൺ എങ്കിൽ ഇതേ 15 വർഷ കാലയളവിൽ 5000 രൂപ വെച്ചിട്ടാൽ മാസം ഇട്ടാൽ ഏകദേശം 30 ലക്ഷവും അതുപോലെ തന്നെ 20,000 വെച്ചാണ് ഇടുന്നെങ്കിൽ ഏതാണ്ട് 1,22,57,000 രൂപ ആയിരിക്കും അതിന്റെ എക്സ്പെക്ടഡ് റിട്ടേൺ അല്ലെങ്കിൽ എമൗണ്ട് എന്ന് പറയുന്നത്. നൗ ഇതേ മന്ത്ലി അലോക്കേഷൻ തന്നെ 12% എന്ന കണക്കിൽ 20 വർഷത്തേക്കാണ് ഇടുന്നതെങ്കിൽ നമ്മൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ആ ഒരു റിട്ടേൺ അല്ലെങ്കിൽ ആ ഒരു ഫൈനൽ എമൗണ്ട് എന്ന് പറയുന്നതാണ് ഈ ഒരു മൂന്നാമത്തെ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത്. അത് 5000 രൂപ വെച്ചാണ് മാസമെങ്കിൽ 240 മാസങ്ങൾക്ക് ശേഷം ഏകദേശം 50 ലക്ഷം രൂപയ്ക്ക് അടുത്താണ് അതിന്റെ റിട്ടേൺ തീർച്ചയായിട്ടും ഈ 12% കണക്കിൽ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഉണ്ടാവേണ്ടത്. അതുപോലെ തന്നെ 20,000 ആണെങ്കിൽ ഏകദേശം 2 കോടി രൂപയായിരിക്കും വരുന്നത്. ഇവിടെയാണ് എനിക്ക് വളരെ അല്ലെങ്കിൽ നമ്മൾക്കൊക്കെ നോട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ്. അതാണ് അടുത്ത സ്ലൈഡിൽ ഞാൻ കാണിക്കുന്നത്. അതിനു മുന്നേ ഇതേ 20 വർഷ കാലയളവിൽ 14% റിട്ടേൺ എങ്കിൽ വരുന്ന എക്സ്പെക്റ്റഡ് എമൗണ്ടും ഈ സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. 5000 രൂപ വെച്ച് 20 വർഷത്തേക്ക് ഇടുകയാണെങ്കിൽ 14% എന്ന റിട്ടേൺ കണക്കിൽ 65,81,000 അതുപോലെ 20,000 രൂപ ആണ് മന്ത്ലി അലൊക്കേഷൻ എങ്കിൽ ഏകദേശം 2,63,00,000
മുകളിലുമാണ് അതിന്റെ എക്സ്പെക്ടഡ് റിട്ടേൺ എന്നുള്ളത്. ഇത് എന്ന് പറയുന്നത് വീണ്ടും പറയുന്നത് ഇതൊരു പ്യുവർ അരിത്തമാറ്റിക് കാൽക്കുലേഷൻ ആണ്. നൗ ആര് അല്ലെങ്കിൽ ഏത് ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ഏത് അസറ്റ് ക്ലാസ് ഈ 12% അല്ലെങ്കിൽ 14% വരും എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് കീ. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുന്നേയായി ഫൈനൽ സ്ലൈഡ് കാണാം. നമ്മൾ കണ്ട 2 സ്ലൈഡ്, അഥവാ 15 വർഷത്തേക്ക് 12%, അതുപോലെ 20 വർഷത്തേക്ക് ഇതേ 12% റിട്ടേൺ കിട്ടുമ്പോൾ അതിനുള്ള ഡിഫറൻസ് ആണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് കോമ്പൗണ്ടിങ് എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നിങ്ങൾക്കൊരു ക്ലിയർ പിക്ചർ കാണാൻ സാധിക്കുന്നത്. നോക്കുക, 12% ആനുവലൈസ്ഡ് റിട്ടേണിൽ 15 വർഷം 5000 രൂപ വീതം മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് 9 ലക്ഷവും അതിന്റെ ഫൈനൽ എമൗണ്ട് ഏകദേശം 25 ലക്ഷം രൂപയ്ക്ക് മേളിലും വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതേ സമയം തന്നെ ഇതേ 5000 രൂപ വെച്ച് 12% എന്ന നിരക്കിൽ റിട്ടേൺ കിട്ടുന്ന ഒരു അസറ്റ് ക്ലാസ്സിൽ അഥവാ മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്താൽ, 20 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ, അഥവാ 240 മാസം ഇൻവെസ്റ്റ് ചെയ്താൽ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് 12 ലക്ഷവും ഏകദേശം അതിന്റെ ഫൈനൽ എമൗണ്ട് അല്ലെങ്കിൽ റിട്ടേൺ എന്ന് പറയുന്നത് 50 ലക്ഷവുമാണ്. ഇവിടെ നോക്കുക, 15 വർഷവും 20 വർഷവും 5 വർഷത്തെ ഡിഫറൻസിൽ ഇതേ ഡബിൾ ചെയ്യുകയാണ് ചെയ്തത്. 25,22,000 ആയിരുന്നു 15 വർഷം കൊണ്ട് അതിന്റെ ഫൈനൽ എമൗണ്ട് എങ്കിൽ 20 വർഷം കൊണ്ട് അത് ഇരട്ടിയായി. എന്തുകൊണ്ട്? ഇതേപോലെ തന്നെ 20,000 ആണ് എങ്കിൽ 1 കോടി എന്ന് നമ്മൾ കണ്ടു, അത് 20 വർഷം ആകുമ്പോഴത്തേക്കും അത് 2 കോടി ആവുന്നു. ഇവിടെയാണ് കോമ്പൗണ്ടിങ് വർക്ക് ചെയ്യുക. ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. നിങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ 5000 രൂപ വെച്ചാണ് എങ്കിൽ നിങ്ങൾ ഫസ്റ്റ് മന്തിൽ വെറും 5000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അത് 1 വർഷം കൊണ്ടാണ് 5,000 into 12 60,000 രൂപ ആയത്. അത് 15 വർഷം കൊണ്ടാണ് 60,000 into 15 15 90 9 ലക്ഷം രൂപയുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ്. ഈ 180ാമത്തെ മാസവുമാണ് നിങ്ങൾ 5000 രൂപ ഇൻവെസ്റ്റ് ചെയ്തത് എന്ന് നോക്കുക. അതാണ് 25,22,000 ആയത് എങ്കിൽ ഈ 16ാമത്തെ വർഷം എന്തുകൊണ്ടാണ് 20ാമത്തെ വർഷം ഇത്രയും ഡബിൾ ആകുന്നതിനുള്ള ആൻസർ ആണ് പിന്നീട് ഓരോ വർഷവും ഏതാണ്ട് കോർപ്പസ് 15ാമത്തെ വർഷം 25 ലക്ഷം ആയെങ്കിൽ പിന്നീട് ഓരോ വർഷവും ഈ 12% കണക്കിൽ കൂട്ടുപലിശയായിട്ട് കൂടുകയാണ്. നിങ്ങൾ ജസ്റ്റ് ഒരു കാൽക്കുലേറ്റർ വെച്ചോ അല്ലെങ്കിൽ ഒരു എക്സൽ ഷീറ്റിലോ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ് ഇതെല്ലാം. ഇതാണ് കോമ്പൗണ്ടിങ്ങിന്റെ എഫക്ട്. ആ ഒരു കോർപ്പസ് വളരെ വലിയൊരു എമൗണ്ട് ആയിട്ട് 5000 രൂപയിൽ തുടങ്ങിയത് 25 ലക്ഷമായിട്ട് മാറി 15 വർഷം കൊണ്ട്. എന്നാൽ പിന്നീട് ഉള്ള 16ാമത്തെ വർഷം മുതൽ 20 വരെ ഈ 25 ലക്ഷമാണ് 12% വെച്ച് അല്ലെങ്കിൽ വാട്ട് എവർ റിട്ടേൺ 12%, 13%, 14% വെച്ച് ഇത് ഗ്രോ ചെയ്യുന്നത്. ഇതാണ് കോമ്പൗണ്ടിങ്ങിന്റെ എഫക്ട്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ആണ്. നൗ ഏത് അസറ്റ് ക്ലാസ് 12% അല്ലെങ്കിൽ 14% പ്രൊവൈഡ് ചെയ്യുന്നു അല്ലെങ്കിൽ റിട്ടേൺ ഡെലിവറി ചെയ്യും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ ഒന്നേ ഉള്ളൂ. ലോങ് ടൈമിൽ മ്യൂച്വൽ ഫണ്ട്സ് അല്ലാതെ ലോകത്തൊരിടത്തും ഈ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള റിട്ടേൺ ഡെലിവറി ചെയ്യത്തില്ല. ഇതുവരെയും മ്യൂച്വൽ ഫണ്ട്സിൽ ഒന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലാത്ത അല്ലെങ്കിൽ എക്സ്പോഷർ എടുത്തിട്ടില്ലാത്തവർക്ക് ഈ റിട്ടേൺസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ തുടങ്ങി ഒട്ടനവധി സംശയങ്ങൾ ഉണ്ടാവും അല്ലെ. തീർച്ചയായിട്ടും ഇതൊക്കെ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള കാൽക്കുലേഷൻ അല്ലെങ്കിൽ ഇലസ്ട്രേഷൻ തന്നെയാണ് ഞാൻ കാണിച്ചത്. SIP എന്നത് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നല്ല. SIP എനിക്ക് തീർച്ചയായിട്ടും നിസ്സംശയം പറയാൻ സാധിക്കും, ഇതൊരു നോ ബ്രെയിനർ ആണ്. കണ്ണുമടച്ച് SIP സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെയൊക്കെ മന്ത്ലി വരുമാനത്തിന്റെ അല്ലെങ്കിൽ ഏർണിങ്സിന്റെ ഒരു ചെറിയ എമൗണ്ട് മാത്രം നീക്കി വെച്ചാൽ മതി. അത് ഓരോരുത്തരുടെയും വരുമാനത്തിനനുസരിച്ച് 5000 1000 ഇന്ത്യൻ റുപ്പീസ് മുതൽ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അത് എത്ര വേണമെങ്കിലും നിങ്ങളുടെ മന്ത്ലി ഏർണിങ്സിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാനുള്ള ഫ്ലെക്സിബിലിറ്റിയും ഒക്കെ ഉണ്ട് ഇതിന്. SIP എന്നത് ഇന്ത്യയിൽ മാത്രമുള്ള ഒരു കാര്യമല്ല. ഇത് ലോകം മുഴുവൻ വളരെ സ്മാർട്ടും സെൻസിബിളുമായിട്ടുള്ള എല്ലാ ഇൻവെസ്റ്റേഴ്സും ഫോളോ ചെയ്യുന്ന ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്, അതൊരു അപ്രോച്ചാണ്. മുന്നേ കാണിച്ച ഇലിസ്ട്രേഷൻസ് ഒക്കെ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ്. ഞാൻ ഈ ഇലിസ്ട്രേഷൻ എടുത്ത 12% IRR അഥവാ ആനുവലൈസ്ഡ് റിട്ടേൺ എന്നുള്ളത് വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു പെർസെൻറ്റേജ് ആണ്. 93 മുതൽ അല്ലെങ്കിൽ 90ന്റെ ആദ്യം മുതൽ നമ്മൾ ഈ 2020 വരെ പരിശോധിച്ചാൽ ഏതാണ്ട് 2018 വരെ ഇന്ത്യയിലുള്ള നല്ല മ്യൂച്വൽ ഫണ്ട് ഹൗസിന്റെ നല്ല ഇക്വിറ്റി ഓറിയന്റഡ് സ്കീംസ് എല്ലാം തന്നെ ഏതാണ്ട് 18നും 22നും ഇടയ്ക്ക് കോമ്പൗണ്ടഡ് ആനുവലൈസ്ഡ് റിട്ടേൺ ഡെലിവറി ചെയ്തിട്ടുണ്ട്.
അത് നിങ്ങളുടെയൊക്കെ വിരൽത്തുമ്പിൽ നിങ്ങൾക്ക് എല്ലാ മാസത്തെയും ഫാക്ട് ഷീറ്റ്സ് അവൈലബിൾ ആണ്. ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്കൊക്കെ പരിശോധിക്കാവുന്നതാണ്. ഓരോ മാസത്തെ മൂവ്മെന്റ്സ് വരെ നിങ്ങൾക്ക് ഗ്രാഫിലൂടെയും അല്ലാതെയൊക്കെ NAVയുടെ മൂവ്മെന്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതുമാണ്. സോ ഈ 18-22% അല്ലെങ്കിൽ 18 മുതൽ 22% എന്ന് പറയുന്നത് അടുത്ത ഒരു 15 വർഷത്തേക്കിന് ഒരിക്കലും അച്ചീവബിൾ ആണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം 90കളിൽ ബാങ്ക് FD റേറ്റ് എന്ന് പറഞ്ഞാൽ 10, 12, 13, 14% ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇക്വിറ്റി മാർക്കറ്റ് റിട്ടേൺസും ഏകദേശം 25-30% ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ബാങ്ക് FD റേറ്റ് എന്ന് പറയുന്നത് ലോകത്തിലെ എവിടെയും ആ രാജ്യത്തിന്റെ ഒരു റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ ആണ്, അത് അഷ്യൂർഡ് റിട്ടേൺ ആണ്. സോ അതാണ് ഒരു ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. സോ ബാങ്ക് FD റേറ്റ് ഇന്ന് ഇന്ത്യയിലും കുറഞ്ഞുകൊണ്ട് വരികയാണ്. ഏകദേശം 6% അതിൽ താഴെയാണ് ഇന്ന് ഈ സെപ്റ്റംബർ 2020 നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്തൊരു 15 വർഷത്തേക്ക് തീർച്ചയായിട്ടും 12% മിനിമം ഈസി ആയിട്ട് അച്ചീവബിൾ തന്നെയാണ്, അല്ലെങ്കിൽ അത്രയും ഉള്ളൂ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് അടുത്തൊരു 15 വർഷത്തെ ആവറേജ് ആണ് ഞാൻ 12% എന്ന് ഞാൻ ഈ വർക്കിംഗ്സിൽ കാണിച്ചത്. ഒരു 13, 14, 15% വരെ ഇനിയും അടുത്ത ഏതാനും വർഷങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഒരു 14% അല്ലെങ്കിൽ 13% എക്സ്പെക്ട് ചെയ്താലും ഒരു 15 വർഷത്തിന് ശേഷം ബാങ്ക് FD റേറ്റും താഴെ, ഇനി മ്യൂച്വൽ ഫണ്ട്സിന്റെ റിട്ടേണും 10-11% കിട്ടിയുള്ളെങ്കിൽ പോലും ഒരു 12% ഈസി ആയിട്ട് 100% കിട്ടുമെന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. അതുകൊണ്ട് വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു പെർസെൻറ്റേജ്, ഒരു IRR റിട്ടേൺ ആണ് ഞാൻ ഇവിടെ ഇലസ്ട്രേഷനിൽ കാണിച്ചത്. മുന്നേ പറഞ്ഞ പോലെ തന്നെ 95 മുതൽ ഇന്ത്യയിലെ മേജർ ഫണ്ട് ഹൗസിന്റെ മേജർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏതാണ്ട് എല്ലാ ഇക്വിറ്റി ഓറിയന്റഡ് സ്കീംസിന്റെയും പെർഫോമൻസ് ഞാൻ പേഴ്സണലായിട്ട് എന്റെയും ഇൻവെസ്റ്റ്മെന്റിന്റെ അല്ലെങ്കിൽ SIPയുടെയും ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ പരിശോധിച്ചിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ട്സ് പല കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട് എന്നും നമ്മൾ മുന്നൊരു എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തതാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞതുമാണ്. സോ ഇക്വിറ്റി ഓറിയന്റഡ് സ്കീംസ് ആണെങ്കിലും ഡെറ്റ് ആണെങ്കിലും ലിക്വിഡ് സ്കീംസോ അല്ലെങ്കിൽ സൊല്യൂഷൻ ഓറിയന്റഡ് സ്കീംസ്, ഇതുപോലുള്ള പല സ്കീംസിന്റെ റിട്ടേൺസ് എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. ഇക്വിറ്റി ഓറിയന്റഡ് സ്കീം എന്ന് പറയുന്ന ഓഹരികളിൽ മാത്രം നിക്ഷേപിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ റിട്ടേൺസ് വളരെ ഹൈയും ആയിരിക്കും. തീർച്ചയായിട്ടും SIP പോലുള്ള ഒരു ലോങ് ടൈം അപ്രോച്ച് സ്വീകരിക്കുമ്പോൾ ഇതുപോലുള്ള ഇക്വിറ്റി ഓറിയന്റഡ് സ്കീംസിൽ മാത്രമേ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. കാരണം വോളറ്റാലിറ്റി ഉണ്ടാവണം, എന്നാൽ മാത്രമേ ഉള്ളൂ ഓട്ടോമാറ്റിക് ആവറേജ് എന്ന് പറയുന്ന SIPയുടെ ബെനിഫിറ്റ് വർക്ക് ആവുകയുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ യൂണിറ്റ്സ് കിട്ടുകയുള്ളൂ. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ആവറേജ് ചെയ്യുകയുള്ളൂ. അടുത്ത ഒരു ബുൾ റാലിയിൽ നിങ്ങളുടെ റിട്ടേൺസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി അത് ക്യാച്ച് ചെയ്യുകയും ചെയ്യും. ഇന്ത്യയിലെ മേജർ മ്യൂച്വൽ ഫണ്ട് ഹൗസിന്റെ ഇക്വിറ്റി ഓറിയന്റഡ് സ്കീംസിന്റെ ഒക്കെ റിട്ടേൺസ് നിങ്ങൾ പരിശോധിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ അത്ഭുതപ്പെടും. അതുപോലെ തന്നെ എന്തുകൊണ്ട് ഇത് അല്ലെങ്കിൽ നമുക്ക് നേരത്തെ തുടങ്ങാൻ പറ്റിയില്ല എന്നുള്ളത് ഓർത്ത് വിഷമിക്കുകയും ചെയ്യും. ഏത് മ്യൂച്വൽ ഫണ്ട് സ്കീം നല്ല റിട്ടേൺ തരും, ഇത് എങ്ങനെ സെലക്ട് ചെയ്യും ഈ സ്കീംസ് ഒക്കെ, ഇതൊരു വലിയ ക്വസ്റ്റ്യൻ ആണ്. തീർച്ചയായിട്ടും നല്ലൊരു എക്സ്പീരിയൻസ്ഡ് അഡ്വൈസറുടെ ഉപദേശം നിങ്ങൾക്ക് തേടാവുന്നതാണ്. ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയുടെ ഒരു ബ്രോഡർ പിക്ചർ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. ഇന്ന് അഥവാ 2020 സെപ്റ്റംബർ മധ്യത്തിൽ നിൽക്കുമ്പോൾ ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയുടെ ടോട്ടൽ സൈസ് അഥവാ ടോട്ടൽ അസറ്റ്സ് അണ്ടർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഏതാണ്ട് 27.5 ലക്ഷം കോടി രൂപയാണ്. ഇന്ത്യയിൽ ഏതാണ്ട് 40-ലധികം അസറ്റ് മാനേജ്മെന്റ് കമ്പനീസ് അഥവാ മ്യൂച്വൽ ഫണ്ട് ഹൗസസ് ഉണ്ട്. ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് എല്ലാം കൂടി ടോട്ടൽ ഏതാണ്ട് 2000-ലധികം വിവിധ സ്കീമുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, മാനേജ് ചെയ്യുന്നുണ്ട്. ഇവിടെ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയെ കുറിച്ചും അതിന്റെ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചും ഒക്കെ, അല്ലെങ്കിൽ ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന്റെ അവസരം, ഇതൊക്കെ മനസ്സിലാക്കുന്നതിന്റെ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ നോക്കേണ്ടത് മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയുടെ ആ ഒരു ഗ്രോത്ത് ആണ്. 2010 വെറും 7 ലക്ഷം കോടിയായിരുന്നു ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയുടെ സൈസ് എന്ന് പറയുന്നത്. 2014 അത് 10 ലക്ഷം കോടി പിന്നിട്ടു ടോട്ടൽ അസറ്റ്സ് അണ്ടർ മാനേജ്മെന്റ്. 2015 അത് 12.5 ലക്ഷം കോടിയായി. ഇനി 2015-നും 20-നും തമ്മിലുള്ള വ്യത്യാസം 12.5 ലക്ഷം കോടിയിൽ നിന്നും ഇന്ന് 2020 സെപ്റ്റംബറിൽ അത് 27.5-28 ലക്ഷം കോടിയുടെ അടുത്ത് നിൽക്കുന്നു. എത്രയാണ് ഇതിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ആംഫി, അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഇൻ ഇന്ത്യ, ഇത് മ്യൂച്വൽ ഫണ്ട്, ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ട് കമ്പനികളുടെ എല്ലാം കൂടി ഒരു അസോസിയേഷൻ ആണ്. ഇതൊരു ഓട്ടോണമസ് ബോഡിയാണ്. ആംഫിയുടെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഏതാണ്ട് 9.25 കോടി ഫോളിയോസ് ഉണ്ട്. ഫോളിയോസ് എന്ന് പറഞ്ഞാൽ ഒരു പേജ്, അതൊരു അക്കൗണ്ട്. ഈ 9.25 കോടിയിൽ ഏതാണ്ട് 8 കോടിയോളവും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന്റെ ഫോളിയോസ് ആണ്. അഥവാ നമ്മളെ പോലുള്ള റീറ്റെയിൽ ഇൻഡിവിജ്വൽസിന്റെ
അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന്റെ ഫോളിയോസ് ആണ്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഇൻവെസ്റ്റർക്ക് എത്ര ഫോളിയോ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. നമ്മൾ ബാങ്കിൽ എത്ര ബാങ്ക് അക്കൗണ്ട് വേണമെങ്കിലും നമുക്ക് ഓപ്പൺ ചെയ്യുന്നതിന് കുഴപ്പമില്ല, അതിന് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. ഇതുപോലെ തന്നെയാണ് ഫോളിയോസും. എത്ര ഫോളിയോസ് വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യാവുന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ 8 കോടി റീറ്റെയിൽ ഫോളിയോസിൽ ഏതാണ്ട് 2 കോടി അല്ലെങ്കിൽ മാക്സിമം 3 കോടി ഫോളിയോസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് എന്ന് കണക്കാക്കിയാൽ മാത്രം മതി. ഇന്ത്യയുടെ പോപ്പുലേഷൻ ഇന്ന് ഏതാണ്ട് 135 കോടിയാണ്. അതിൽ ഏകദേശം 35 കോടിയോളവും 18 വയസ്സിൽ താഴെ ഉള്ളവരാണ്. അപ്പോൾ 100 കോടിയുള്ള റിമൈനിങ് മച്ചുവേർഡ് പീപ്പിളിന്റെ ഏതാണ്ട് വീട്ടിലെ ഹസ്ബൻഡ് വൈഫിനെയും സിംഗിൾ ആയിട്ട് കൂട്ടിയാൽ തന്നെ ഏതാണ്ട് 50 കോടി ഇൻവെസ്റ്റേഴ്സിന്റെ ഒരു പൊട്ടൻഷ്യൽ ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിൽ തന്നെ ഏകദേശം 3 കോടി ഫോളിയോ ഉള്ളു എന്ന് പറയുമ്പോൾ വെറും 6% ഇന്ത്യയിലെ ഇൻവെസ്റ്റേഴ്സേ ഉള്ളൂ ഈ മ്യൂച്വൽ ഫണ്ട്സിലേക്ക് എക്സ്പോസ്ഡ് ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ അവിടെയൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളൂ എന്ന് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സിന്റെ 10% മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ ഓഹരി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സിലൊക്കെ എക്സ്പോഷർ എടുത്തിട്ടുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയുടെ കറന്റ് സൈസ് എന്ന് പറയുന്നത് 27-28 ലക്ഷം കോടിയാണെങ്കിൽ അത് വെറും 10% ഇൻവെസ്റ്റേഴ്സ് അതിൻ്റെ അകത്ത് വന്നിട്ടുള്ളൂ. ബാക്കി 90% വരാൻ കിടക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ 27 ലക്ഷം കോടി എന്ന് പറയുന്നത് ഒന്നുമില്ല. ആ ഒരു ഫിഗർ എന്ന് പറയുന്നത് വലുതാണ് എന്ന് തോന്നുമെങ്കിലും അത് പൊട്ടൻഷ്യലി വെച്ചുകൊണ്ട് ഒന്നും ആയിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അവിടെയാണ് ഓപ്പർച്യൂണിറ്റി. എന്നാൽ US പോലുള്ള അഡ്വാൻസ്ഡ് എക്കോണമീസിൽ അവിടുത്തെ നോർമൽ ഹൗസ് ഹോൾഡ് അഥവാ നോർമൽ കുടുംബങ്ങൾ പോലും തങ്ങളുടെ സേവിങ്സിന്റെ 95% പാർക്ക് ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ട്സിലാണ്, കമ്പയർഡ് ടു 10% ഇൻ ഇന്ത്യ. അതാണ് വ്യത്യാസം. അടുത്ത ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു കൺസ്യൂമർ ഡ്രിവൺ എക്കോണമിയാണ്. എന്താണ് ഈ കൺസ്യൂമർ ഡ്രിവൺ എക്കോണമി? ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രൊഡക്ട്സിന്റെ മേജർ കൺസ്യൂമേഴ്സും ഇന്ത്യക്കാർ തന്നെയാണ്. എക്സ്പോർട്സിനേക്കാൾ അല്ലെങ്കിൽ എക്സ്പോർട്സിന്റെ പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് ഒന്നുമില്ല. ഒരു രാജ്യത്തിന്റെ വളർച്ചയൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു മാക്രോ എക്കണോമിക് ഫാക്ടറാണ് GDP എന്നുള്ളത്, അല്ലെ? ഈ GDPയുടെ മെയിൻ ഒരു കാൽക്കുലേഷന്റെ ഒരു ഫാക്ടറാണ് കൺസംഷൻ. ഈ കൺസംഷൻ ഇന്ത്യൻ GDPയുടെ മെയിൻ കോൺട്രിബ്യൂട്ടർ എന്ന് പറയുന്നത് ഈ പറഞ്ഞ കൺസംഷൻ ആണ്. ഏതാണ്ട് 60-70% കൺസംഷൻ ആ ഒരു ഫാക്ടറാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ അത് മാറണം, നമ്മളിലേക്ക് രാജ്യത്തിന്റെ എക്സ്പോർട്സ് കൂട്ടണം. സോ അവിടെയാണ് ഒരു ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓഹരികൾ നിക്ഷേപിക്കുന്ന പണം ഒക്കെ പ്രൈമറി മാർക്കറ്റിലാണെങ്കിലും സെക്കൻഡറി മാർക്കറ്റിലാണെങ്കിലും ഇതൊക്കെ നമ്മളുടെ രാജ്യത്തിന്റെ ഇൻഡസ്ട്രിയെ അല്ലെങ്കിൽ വ്യവസായ മേഖലയിലാണ് ഒരു കരുത്ത് പകരുന്നത്, അല്ലെങ്കിൽ അതിനെ ഒരു ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. നമ്മളൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ടും രാജ്യത്തിന്റെ ഒരു ഗ്രോത്തിന്റെ ഭാഗമാവുകയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ സത്യം. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്, ഒരു രാജ്യം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അവിടെ തീർച്ചയായിട്ടും വ്യവസായ മേഖലയുടെ പ്രാധാന്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. വ്യവസായ മേഖലകൾ അല്ലെങ്കിൽ വ്യവസായം വരണമെങ്കിൽ, അത് ഫ്ലറിഷ് ചെയ്യണമെങ്കിൽ, വളരണമെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ മെയിൻ ഫാക്ടറാണ് ക്യാപിറ്റൽ അഥവാ മൂലധനം. അത് റേസ് ചെയ്യുന്ന മാർക്കറ്റാണ് ക്യാപിറ്റൽ മാർക്കറ്റ്. സോ നമ്മളൊക്കെ ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ഒരു ഭാഗമായിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റിലാണ് ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം നടത്തുന്നത്. സോ മനസ്സിലാക്കുക, നമ്മളുടെയൊക്കെ ഇൻവെസ്റ്റ്മെന്റ് പോകുന്നത് വളരെ കീ ആയിട്ടുള്ള ഒരു ഏരിയയിലേക്കാണ്, ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക്. നമ്മൾ രാജ്യത്തിന്റെ പുരോഗതിയിൽ പങ്കാളികളാവുന്നു. കമ്പനികളൊക്കെ ബെറ്റർ പെർഫോം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ ഷെയറിന്റെ അപ്രീസിയേഷൻ അതുപോലെ തന്നെ ഡിവിഡൻഡ്, ഈ 2 രൂപത്തിൽ നമ്മൾക്കും ഒക്കെ റിട്ടേൺ കിട്ടുന്നു. സോ ഇതൊക്കെയാണ് ഇതിന്റെ ഓപ്പർച്യൂണിറ്റി. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കുക, ഏതൊരു രാജ്യത്തിന്റെയും ബാങ്കുകൾ തരുന്ന ആ ഒരു റിസ്ക് ഫ്രീ ഇൻട്രസ്റ്റ് അഥവാ FD ഫിക്സഡ് ഡിപ്പോസിറ്റിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണോ അതിന്റെ 2-2.5 ഇരട്ടി അഥവാ 2.5x അല്ലെ 2 to 2.5x ആണ് തീർച്ചയായിട്ടും ആ രാജ്യത്തിന്റെ ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്ന റിട്ടേൺ. ഇത് ലോജിക്കലാണ്, ബേസിക് എക്കണോമിക്സ് ആണ്. സോ SIP എങ്ങനെ ലോങ് ടേമിൽ ഫിനോമിനൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇതുമായി റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ക്വയറി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഇമെയിൽ ID വഴി കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. അടുത്ത സെഗ്മെന്റിൽ വീണ്ടും കാണാം. താങ്ക് യു ഓൾ. Please like, share and subscribe.